സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. പ്ലസ് ടു എക്കണോമിക്സിന്റെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നും സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്കായി വളരെ സിമ്പിളായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലും കൂടെ ചേർത്ത് ചേർക്കുന്ന വീഡിയോയിലേക്ക്. പ്ലസ് ടു മാക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. എന്താണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഈ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് ചോദിച്ചാൽ, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഒരു എക്കോണമിയിൽ പ്രൊഡക്ഷൻ ഉൽപാദനം, അതുപോലെ തന്നെ കൺസപ്ഷൻ ഉപഭോഗം, ഡിസ്ട്രിബ്യൂഷൻ വിതരണം എന്നിവയ്ക്ക് വളരെ പ്രധാന പങ്ക് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ആശ്രയത്തിൻ്റെയും ഒരു ചിത്രരൂപമാണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. അതായത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ആശ്രയത്തിൻ്റെയും ഒരു ചിത്രരൂപമാണ് എന്ത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സിമ്പിൾ എക്കോണമിയിൽ, അതായത് ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം ചില സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, ചില അസംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഡയഗ്രാം ഉണ്ട്. ഡയഗ്രാം വരച്ചാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഡയഗ്രാം വരച്ച് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 2 സെക്ടർ എക്കോണമിയാണുള്ളത് അല്ലേ, അതായത് ദ്വിമേഖല സമ്പദ് വ്യവസ്ഥ. ഇവിടെ നമുക്ക് ഗാർഹിക മേഖല, അതായത് ഹൗസ് ഹോൾഡ് സെക്ടറും വരുന്നുണ്ട്. ഉൽപാദന മേഖലയായ ഫേം, അതായത് ബിസിനസ് ഫേം എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട മേഖലയാണ് 2 സെക്ടർ എക്കോണമിയിൽ, അതായത് ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ പഠിക്കാനുള്ളത്. ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആയ, അതായത് ഉൽപാദക ഘടകങ്ങളായ ലാൻഡ്, ലേബർ, എന്റർപ്രൈസ്, ദെൻ മൂലധനം, ക്യാപിറ്റൽ എന്നിവയൊക്കെ ആർക്ക് നൽകുന്നു? ഫേമുകൾക്ക് നൽകുന്നു, അതായത് ഉൽപാദന മേഖലകൾക്ക് നൽകുകയാണ്. അപ്പൊ ഗാർഹിക മേഖലയുടെ ഒരു പ്രധാന പ്രവർത്തനം എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ് എന്നിവ ബിസിനസ് ഫേമിന് നൽകുക എന്നതാണ് ഗാർഹിക മേഖല അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? ഇത്തരത്തിൽ ലഭിക്കുന്ന ലാൻഡ്, ലേബർ, അതുപോലെ എന്റർപ്രൈസ്, ക്യാപിറ്റൽ ഇവ ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്നത് ആരാണ്? ബിസിനസ് ഫേമുകളാണ് ഉൽപാദനങ്ങൾ നടത്തുന്നത് അല്ലേ. അതായത് ഉൽപാദന മേഖലയാണ് ഉൽപാദനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ബിസിനസ് ഫേമിന് ലഭ്യമായിട്ടുള്ള ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഉപയോഗിച്ച് അവർ ഉൽപാദനം നടത്തുകയും ഇവിടെ ഹൗസ് ഹോൾഡിൽ നിന്നും ലഭ്യമായിട്ടുള്ള ലാൻഡിന് എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കേണ്ടതാണ്. ലേബേഴ്സിന് എന്ത് കൊടുക്കണം? വേതനം അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടതാണ്. ക്യാപിറ്റൽ, അതായത് മൂലധനത്തിന് നമ്മൾ എന്ത് നൽകണം? ഇൻട്രസ്റ്റ്, പലിശ നൽകണം. അതുപോലെ തന്നെ എന്റർപ്രൈസിന് എന്ത് നൽകണം? പ്രോഫിറ്റ്, ലാഭവിഹിതവും നൽകുകയും വേണം. ആർക്ക് നൽകണം? ഹൗസ് ഹോൾഡ്, അതായത് ഗാർഹിക മേഖലയ്ക്ക് നൽകുകയും ചെയ്യണം. ഇത് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോയുമാണ്. ഓക്കെ, അതിനുശേഷം ഗാർഹിക മേഖലയ്ക്ക്, അതായത് ഹൗസ് ഹോൾഡിന് ഇത്തരത്തിൽ ലഭിച്ചിട്ടുള്ള, അതായത് റെന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വേജസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ, പ്രോഫിറ്റ് എന്ന രീതിയിൽ ലഭിച്ചിട്ടുള്ള ഈ ഒരു ഇൻകം ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ടും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അവരൊന്നും തന്നെ എന്താണ് സേവ് ചെയ്യുന്നില്ല. ഇതെന്താണ്? അവിടുത്തെ മൂന്നാമത്തെ ഫ്ലോയുമാണ്. ഓക്കെ, അപ്പം ഗാർഹിക മേഖലയ്ക്ക് എന്താണ്? വരുമാനം കിട്ടുന്നു, ഇൻകം കിട്ടുന്നു. അവരത് പൂർണ്ണമായിട്ട് എവിടെ തന്നെ നൽകുന്നു? സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാവുന്നതിന് വേണ്ടി ബിസിനസ് ഫേമിൽ തന്നെ അവർ ചെലവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പണം ബിസിനസ് ഫേം വാങ്ങുകയും സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസ് ആർക്ക് നൽകുന്നു? ഹൗസ് ഹോൾഡ്, ഗാർഹിക മേഖലയ്ക്ക് നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഫോർത്ത് ഫ്ലോ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 4 ഫ്ലോയാണ് നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവയെ നമുക്ക് മണി ഫ്ലോ എന്നും റിയൽ ഫ്ലോ എന്നും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. എന്താണ് മണി ഫ്ലോ? ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലെ. മണിയാണ് അവിടെ എന്താണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അതായത് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലോട്ട് ചെല്ലുന്നു. എങ്ങനെയാ ചെന്നത്? റെന്റ് എന്ന രീതിയിലും വേജസ് എന്ന രീതിയിലും ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന രീതിയിലൊക്കെ മണി എന്താണ് ബിസിനസ് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലോട്ട് ചെല്ലുകയാണ്.
അതുപോലെ എന്താണ് തിരിച്ചുകൊണ്ട് ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലോട്ട് ചെല്ലുന്നു അല്ലേ, അവർക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ആവശ്യമായതുകൊണ്ട് തന്നെ എന്താണ് ആ പണം ആർക്ക് നൽകുന്നു, ബിസിനസ് ഫേമിന് നൽകുകയും ചെയ്യുന്നു. അതാണ് മണി ഫ്ലോയിൽ പറയുന്നത്. രണ്ടാമത്തെയാണ് റിയൽ ഫ്ലോ. സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എന്താണ് ഒരു സെക്ടറിൽ നിന്നും അടുത്തൊരു സെക്ടറിലോട്ട് പോകുന്നുണ്ട് അല്ലേ. അതായത് ആദ്യം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. എന്തൊക്കെയാണ് ഹൗസ് ഹോൾഡിൽ നിന്നും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, എന്റർപ്രൈസ് ഒക്കെ എന്താണ് ബിസിനസ് ഫേമിലോട്ട് എത്തുന്നു. ഓക്കെ, അത് ഫസ്റ്റ് ഫ്ലോയിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ് അല്ലേ, ബിസിനസ് ഫേമിലോട്ട് എത്തുന്നു. അതുപോലെ തന്നെ എന്താണ് ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ബിസിനസ് ഫേം ടു ഹൗസ് ഹോൾഡ്. നാലാമത്തെ ഫ്ലോയിൽ അല്ലേ, ലാസ്റ്റ് സ്റ്റേജിൽ എന്താണ് ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ബിസിനസ് ഫേം ടു ഹൗസ് ഹോൾഡ്. ബിസിനസ് ഫേമിൽ നിന്നും ഫൈനൽ ഗുഡ് എന്താണ് ഹൗസ് ഹോൾഡിലേക്ക്, ഗാർഹിക മേഖലയിലേക്ക് തിരികെ എത്തുന്നു. അപ്പോൾ ഇതാണ് മണി ഫ്ലോയും റിയൽ ഫ്ലോയും. അപ്പോൾ മറക്കണ്ട, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണ്, സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്തിന്റെയും ഒരു ചിത്ര രൂപത്തെയാണ് എന്ത് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം.